അവിടെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അതൊരു കാരണവശാലും പിന്നെ മുതക്കെത്തും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ ആദ്യം പറ. എനിക്ക് തോന്നുന്നത് ഞാനും പറയാം. അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഒരു ഘടകമായി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നില്ല. അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്ന തെറ്റായ പ്രവർത്തനവും തെറ്റായ രാഷ്ട്രീയ ചിന്തയും തെറ്റായ തീരുമാനവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഭാവി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിന് അവസരത്തിനൊത്ത് നേതൃത്വത്തെ അനുസരിച്ച് പാർട്ടിയോടൊപ്പം നിന്നാൽ ആ സ്ഥാനത്തേക്ക് എത്തുള്ളൂ, അല്ലാതെ എത്തില്ല. അദ്ദേഹം അവിടെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അതൊരു കാരണവശാലും പിന്നെ മുതക്കെത്തൂല. തീർച്ചയായും 100% ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിനോടുള്ള ജനങ്ങളുടെ അഭിപ്രായം, അവരുടെ വികാരം എന്ത് എന്ന് തെളിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒരു തർക്കവും വേണ്ട. നിശ്ചയമായും പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലും അവര് പ്രതിപക്ഷത്തിനല്ലെങ്കിലും ഇവിടെ അത്രയല്ലേ ഉള്ളൂ. അവർക്ക് തന്നെ അറിയാം അവർക്ക് സ്വാധീനമില്ല, അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അവരോട് നമ്മൾ തർക്കിക്കാൻ പോണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ ആദ്യം പറ. എനിക്ക് തോന്നുന്നത് ഞാനും പറയാം. ഇത്രയേറെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഈ ഇന്ത്യ രാജ്യത്ത്, ലോകത്ത്, ഭൂമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിണറായി വിജയൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടതുപക്ഷത്തെ സഹായിക്കേണ്ടത്? അതെല്ലാം ജനങ്ങളെ മനസ്സിന്റെ അകത്ത് കത്തിച്ചൊളിക്കുന്ന ഒരു തീക്കുണ്ടമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് ചോദിച്ചാട്ടി അവന്റെ പ്രതികരണം എന്താണെന്ന് ഒന്നല്ല നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞതും അവര് പറയുന്നത് ഒന്നായിരിക്കും. ഇത്രയേറെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഈ ഇന്ത്യ രാജ്യത്ത്, ലോകത്ത്, ഭൂമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിണറായി വിജയനെ പോലെ. അതെല്ലാം ജനങ്ങളെ മനസ്സിന്റെ അകത്ത് കത്തിച്ചൊളിക്കുന്ന ഒരു തീക്കുണ്ടമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച്